ഒരു നിമിഷം കൊണ്ട് തുരങ്കത്തിലേക്ക് ഇരച്ചു കയറിയത് വെള്ളവും ചെളിയും അവശിഷ്ടങ്ങളും. പുറത്തേക്ക് രക്ഷപ്പെടാനാകാതെ തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികൾ. ഉത്തരാഖണ്ഡിലെ ചമോലിയിലാണ് മിന്നൽ പ്രളയത്തെ തുടർന്ന് വൻ അപകടമുണ്ടായത്. ഒരു നിമിഷം കൊണ്ട് തുരങ്കത്തിലേക്ക് ഇരച്ചു കയറിയത് വെള്ളവും ചെളിയും അവശിഷ്ടങ്ങളും. പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയാതെ തുരങ്കത്തിൽ കുടുങ്ങി തൊഴിലാളികളും. ഉത്തരാഖണ്ഡിലെ ചമോലിയിലാണ് മിന്നൽ പ്രളയത്തെ തുടർന്ന് വൻ അപകടം സംഭവിച്ചത്. പീപ്പൽകോട്ടയ്ക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലേക്കാണ് വൈകുന്നേരത്തോടെ വലിയ തോതിൽ വെള്ളവും മണ്ണും കുത്തിയൊലിച്ചെത്തിയത്. ആ സമയത്ത് നിരവധി തൊഴിലാളികൾ തുരങ്കത്തിനുള്ളിൽ ജോലി ചെയ്യുകയായിരുന്നു. 16 തൊഴിലാളികളെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ 20ഓളം പേർ ഇപ്പോഴും തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. തുരങ്കത്തിൽ വെള്ളവും ചെളിയും നിറഞ്ഞതോടെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് തുരങ്കത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയൊരുക്കുകയാണ് രക്ഷാപ്രവർത്തകർ. SDRF, NDRF സംഘങ്ങളും സ്ഥലത്തെത്തി. കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ എത്രയും വേഗം പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ആശങ്ക രേഖപ്പെടുത്തി. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ഉത്തരാഖണ്ഡിൽ 5 ദിവസമായി കനത്ത മഴ തുടരുകയാണ്. നദികളിലെ ജലനിരപ്പും ഉയർന്ന നിലയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നീതിവാലി മേഖലയിലെ ഒരു പാലവും നദിയിൽ ഒലിച്ചുപോയിരുന്നു. മഴയും മണ്ണിടിച്ചിലും മിന്നൽ പ്രളയവും തുടർച്ചയായ ഭീഷണിയാകുമ്പോൾ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയ തൊഴിലാളികളെ സുരക്ഷിതരായി പുറത്തെടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയടക്കം ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നു. നിർണായക ഘട്ടത്തിലൂടെ തുടരുകയാണ് രക്ഷാപ്രവർത്തനവും. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.